ഈശ്വംശായിക സ്തുതിയായിരിക്കട്ടെ. പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുഗ്രഹം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് പങ്കുവയ്ക്കുന്നത്. പാലാ രൂപതയിൽ 171 ഇടവക ദേവാലയങ്ങളുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു പ്രാഥമിക ഘടകമാണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ. ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ ഇടവകകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തണമെന്നുള്ളത് നമ്മുടെ രൂപതാധ്യക്ഷന്മാരുടെ നിരന്തരമായ നിർദ്ദേശം എപ്പോഴുമുണ്ട് എന്നുള്ളത് ഓർക്കുന്നു. 171 ഇടവകകളിൽ ഏതാണ്ട് 110ഓളം ഇടവകകളിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കരിസ്മാറ്റിക് നവീകരണ സേവന സമിതിയുടെ നേതൃത്വത്തിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെയാണ് പ്രത്യേകമായി നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നവീകരണത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ തിരിച്ചറിയാൻ സാധിച്ചത്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം യേശുവിലേക്കുള്ള പക്വവും നിരന്തരവുമായ ഒരു മാനസാന്തര അനുഭവമാണ്. സുവിശേഷത്തിൽ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ മാനസാന്തരപ്പെടുവിൻ എന്ന ആഹ്വാനവുമായിട്ടാണ് ആരംഭിക്കുന്നത്. ഈശോ തന്നെ തൻ്റെ പരസ്യജീവിത ശുശ്രൂഷ സമാരംഭിക്കുമ്പോൾ വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം 17-ാം വചനം മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രഥമമായ നവീകരണത്തിൻ്റെ ഒരു ലക്ഷ്യം നിരന്തരമായ മാനസാന്തര അനുഭവമാണ്. മറ്റൊരു ലക്ഷ്യം വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുന്നത് ഒരു പേഴ്സണൽ വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യാനുഭവവും സത്താനുഭവവുമാണ്. അപ്പോസ്തല നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങളിൽ 40 നാൾ ഉത്ഥിതനായതിനു ശേഷം ശിഷ്യസമൂഹത്തിനോട് അവിടുന്ന് കൽപ്പിക്കുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ട് പോകരുത്. ഈ ഒരു സാന്നിധ്യ അനുഭവം പ്രാപിക്കാൻ അമ്മയോടൊപ്പം അവർ ഊട്ടുശാലയിൽ അപ്പർ റൂം ഒരുമിച്ച് പ്രാർത്ഥിച്ച 10-ാം നാൾ ആ സാന്നിധ്യ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോസ്തല നടപടി 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ നവീകരണത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യങ്ങളിൽ ഒന്നായ വ്യക്തിപരവും സത്താപരവുമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ അനുഭവം. 3-മതൊരു ലക്ഷ്യം ആത്മീയ വരദാനങ്ങളുടെ ഉപയോഗവും അതിൻ്റെ പ്രോത്സാഹിപ്പിക്കലുമാണ്. വേദപുസ്തകത്തിൽ പൗലോസ് അത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും നമുക്കത് വ്യക്തമായി കാണാവുന്നതാണ്. നമ്മൾ 3 ലക്ഷ്യങ്ങളെക്കുറിച്ച് പങ്കുവച്ചു. 1, യേശുവിലേക്കുള്ള പക്വവും നിരന്തരവുമായ മാനസാന്തരാനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരവും സത്താപരവുമായ സാന്നിധ്യവും ശക്തിയും വ്യക്തിപരമായി സ്വീകരിക്കുക, ആത്മീയ വരദാനങ്ങളുടെ സ്വീകരണവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു ലക്ഷ്യം വേദപുസ്തകത്തിൽ നിന്ന് പ്രത്യേകിച്ച് സഭയുടെ കാറ്റക്കിസം രൂപപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നിരന്തര വിശുദ്ധീകരണം വഴി സഭാത്മക ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുക. നമുക്കറിയാം പൗലോസിൻ്റെ ദൈവശാസ്ത്രം സഭ മിസ്റ്റിക്കൽ ബോഡി, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നമ്മളതിലെ അവയവങ്ങളാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നിരന്തര വിശുദ്ധീകരണം വഴി സഭാത്മക ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുക. മറ്റൊരു ലക്ഷ്യവും കൂടെ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണാൻ പറ്റും. അത് സഭയുടെ ഒരു ദൗത്യം തന്നെയാണ്. അപ്പോസ്തല നടപടി 1:8 സുവിശേഷവൽക്കരണ ദൗത്യം, അത് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് സുവിശേഷവൽക്കരണ ദൗത്യം അഭിഷേക ശക്തിയോടെ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. തുടർന്ന് നമുക്ക് നവീകരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം വേദപുസ്തകം തന്നെയാണ്. കൊറിന്തോസ് ലേഖനങ്ങളിലാണ് പൂർണ്ണമായും ഈ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. റോമ 8:1 യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ
പാപത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അഥവാ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലുള്ള നവമായ ഒരു അഭിഷേകം, ആത്മീയ വരദാനങ്ങളുടെ സ്വീകരണം, ഉപയോഗം, ഇതൊക്കെ നവീകരണത്തിൻ്റെ പ്രത്യേകതകളാണ്. മറ്റൊന്നാണ് കൂട്ടായ്മകൾ, ഫെലോഷിപ്സ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, വിവിധ മിനിസ്ട്രികൾ, ദമ്പതി കൂട്ടായ്മകൾ, യുവജനങ്ങൾ, ഏകസ്ഥർ, ഉദ്യോഗസ്ഥ കൂട്ടായ്മകൾ, ഇങ്ങനെ ഫെലോഷിപ്പ്, അതും നവീകരണത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ്. മറ്റൊന്നാണ് പ്രൈസ് ആൻഡ് വേർഷിപ്പ്, ദൈവസ്തുതി, ആരാധന. ശരിക്കും അത് ദൈവസ്നേഹ അനുഭവത്തിൽ, ദൈവപുത്ര സ്ഥാന അനുഭവത്തിൽ നിന്ന് ഉയരുന്ന ഒരു സ്തുതിപ്പും സമർപ്പണവുമാണ്. നവീകരണത്തിൻ്റെ ഈ പ്രത്യേകത മുഖ്യമായും ദൈവസ്തുതി, പ്രൈസ് ആൻഡ് വേർഷിപ്പ്, അതൊരു അടയാളമാണ്, കൂട്ടായ്മകളുടെ വലിയൊരു കിരീടമാണ്. മറ്റൊരു പ്രത്യേകത ഫെയ്ത്ത് ഫോർമേഷനാണ്, വിശ്വാസത്തിലുള്ള വളർച്ച. സഭാ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, പ്രാർത്ഥന, കൗദാശിക ജീവിതം, വിശുദ്ധ ഗ്രന്ഥ പാരായണം, ഇത് നവീകരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വേദപുസ്തക വായന ഒരു വൈറ്റൽ പാർട്ടായിട്ട് എടുക്കാൻ തക്കവണ്ണം ഒരു നവീകരണ ധ്യാനമാണ് എന്നെ സഹായിച്ചത്. മറ്റൊരു പ്രത്യേകത പ്രൊക്ലമേഷൻ, പ്രഘോഷണം, സുവിശേഷവൽക്കരണം, പങ്കുവയ്ക്കൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അത് വ്യക്തിപരമായി പ്രവർത്തിക്കാൻ, മാനസിക രോഗികളുടെ പുനരധിവാസ കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യാൻ ഈ നവീകരണത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്നെ സഹായിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് രക്ഷാകര സഹനം, സാൽവഫിക് സഫറിങ്. ശരിക്കും ദൈവം അനുവദിച്ച് തരുന്ന സഹനങ്ങൾ, വേദനകൾ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് സ്വീകരിക്കുന്ന ആ ഒരു മനോഭാവം നവീകരണത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണത്. മറ്റൊരു പ്രത്യേകതയാണ് ആന്തരിക സൗഖ്യം. ഈ പ്രത്യേകതകളും നവീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരു നവീകരിക്കപ്പെട്ട വ്യക്തിയായി നമ്മുടെ രൂപത മുഴുവൻ നവീകരണ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ.